ആൻഡ് ഫസ്റ്റ് നമുക്ക് ഐ റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് ഐസും ട്രാക്ക് ചെയ്യണം. ആൻഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ എഫക്ട്സിനുള്ളിൽ വരുന്ന 2D മോഷൻ ട്രാക്കർ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മോക്ക AE ആണ്. രണ്ട് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ മോക്ക നമുക്ക് നല്ല റിസൾട്ട് തരും. ആൻഡ് സെക്കൻഡ് റീസൺ ഇവിടെ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഡാർക്ക് ആണ്. സോ ഇവിടെ നമുക്ക് 2D മോഷൻ ട്രാക്കർ യൂസ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ മോക്ക AE യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് മോക്ക AE ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് മോക്ക ആക്ച്വലി ഒരു ഫ്രീ പ്ലഗിൻ ആണ്. നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. ആൻഡ് മോക്കയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് മോക്ക ലോഞ്ച് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ആൻഡ് മോക്ക ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം റൈറ്റ് ഐസ് ട്രാക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ഐസിന് ചുറ്റും മാസ്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെർസ്പെക്റ്റീവ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ട്രാക്ക് ചെയ്യാം. ആൻഡ് ട്രാക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്കിവിടെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഐസ് ട്രാക്ക് ചെയ്യണം. ആൻഡ് അതിന് മുമ്പ് നമുക്ക് ഈ ലെയർ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ലെയർ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, റീനെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ടൂൾ എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് ഐയുടെ ചുറ്റും ഇതുപോലെ മാസ്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ പെർസ്പെക്റ്റീവ് ഓൺ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ട്രാക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആൻഡ് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ ലെയർ 2 കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് ആയി കൊടുക്കാം. ഓക്കെ, മോക്കയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. എന്നിട്ട് മോക്ക ക്ലോസ് ചെയ്യാം. ആൻഡ് ഇനി നമ്മളിവിടെ മോക്കയിൽ ക്രിയേറ്റ് ചെയ്ത ട്രാക്കിംഗ് ഡാറ്റ നൾ ലെയറിലേക്ക് അപ്ലൈ ചെയ്യണം. സോ ഞാൻ ഇവിടെ 2 നൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Shift+Alt+Y രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നൾ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ലെയർ സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മതി. then ഇവിടെ നമുക്ക് റൈറ്റ് ഐ ട്രാക്ക് എന്ന് കൊടുക്കാം. റൈറ്റ് ഐ ട്രാക്ക്. ഓക്കെ, ഇനി നൾ 2 സെലക്ട് ചെയ്തിട്ട് നമുക്കതിന് ലെഫ്റ്റ് ഐ ട്രാക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് മോക്കയിൽ ട്രാക്കിംഗ് ഡാറ്റ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ട്രാക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ഐ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. then ഇവിടെ താഴേക്ക് വന്നിട്ട് എക്സ്പോർട്ട് ഓപ്ഷൻ നമുക്ക് ട്രാൻസ്ഫോം ആണ് വേണ്ടത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്പോർട്ട് ലെയർ 2 നമുക്ക് ലെഫ്റ്റ് ഐ ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആൻഡ് ഇനി നമ്മളിവിടെ ലെഫ്റ്റ് ഐ ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് യു പ്രസ് ചെയ്യുവാണെങ്കിൽ കീ ഫ്രെയിംസ് എല്ലാം കാണാം. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ഐയിലേക്കും ട്രാക്കിംഗ് ഡാറ്റ കൊടുക്കണം. സോ ഞാൻ ഇവിടെ റൈറ്റ് ഐ ട്രാക്ക് സെലക്ട് ചെയ്യുവാണ്. വീഡിയോ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ട്രാക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് റൈറ്റ് ഐ സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ എക്സ്പോർട്ട് ഓപ്ഷനിൽ ട്രാൻസ്ഫോം തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ലെയർ എക്സ്പോർട്ട് ടു നമുക്ക് ലെഫ്റ്റ് മാറ്റിയിട്ട് റൈറ്റ് ഐ ട്രാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്ലൈ എക്സ്പോർട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് യു പ്രസ് ചെയ്യുവാണെങ്കിൽ ഇത് ട്രാക്കിംഗ് ഡാറ്റ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഐ റിങ് വരച്ചു കൊടുക്കണം. ആൻഡ് അതിന് വേണ്ടി നമുക്ക് ലെയേഴ്സ് എല്ലാം ഡീസെലക്ട് ചെയ്യാം. ലെയർ ഒന്നും സെലക്ട് ചെയ്യല്. ഇനി നമുക്ക് സൂം ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ഐ ആദ്യം കൊണ്ടുവെക്കാം. ഓക്കെ, ജസ്റ്റ് സൂം ചെയ്യാം റൈറ്റ് ഐയിലേക്ക്. എന്നിട്ട് ഇവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ഫില്ല് നിങ്ങൾ നണ്ണ് കൊടുക്കണം. ഫില്ല് നമുക്ക് വേണ്ട. സോ നണ്ണ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ആൻഡ് ഇവിടെ സ്ട്രോക്കിൻ്റെ വാല്യൂ തൽക്കാലത്തേക്ക് നമുക്ക് 0 കൊടുക്കാം. നമ്മൾ വരയ്ക്കുന്ന ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇവിടെ ഞാൻ ഐബോളിന് ചുറ്റും ഒരു മാസ്ക് വരച്ചു കൊടുക്കാൻ പോവാണ്. ആൻഡ് നിങ്ങളിവിടെ ടൈം എടുത്ത് ചെയ്താൽ മതി. സോ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ആൻഡ് ഞാൻ ഇവിടെ മാസ്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ട്രോക്ക് വിഡ്ത്തിൻ്റെ വാല്യൂ 5 കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ 5 കൊടുക്കുന്നുള്ളൂ. ഇനി ഇവിടെ സ്ട്രോക്കിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി കൊടുക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കുഴപ്പമാണ്. ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ മാസ്ക് വരയ്ക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. പെൻ ടൂൾ എടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ആക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ടൈം എടുത്ത് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. Ctrl+D. എന്നിട്ട് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. റൈറ്റ് ഐയിലേക്ക് കൊടുക്കാം. ആൻഡ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. സോ നമുക്ക് എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. ആൻഡ് എക്സ്പോഷർ പഴയതുപോലെ ആക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ട്രോക്ക് വരച്ചു കൊടുക്കാം. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിൽ റിങ് പോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ റിങ് വരാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ ലെയേഴ്സ് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിന് റൈറ്റ് റിങ് എന്ന് കൊടുക്കുവാണ്. റൈറ്റ് റിങ്. ആൻഡ് ഷേപ്പ് ലെയർ 2 സെലക്ട് ചെയ്തിട്ട് അതിന് ഞാൻ ലെഫ്റ്റ് റിങ് എന്ന് കൊടുക്കുവാണ്. ലെഫ്റ്റ് റിങ്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് റിങ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ഐ ട്രാക്കിലേക്ക് കൊടുക്കാം. ആൻഡ് ലെഫ്റ്റ് റിങ് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഐ ട്രാക്കിലേക്ക് കൊടുക്കാം. ആൻഡ് ഇനി നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ആ സ്ട്രോക്ക് എല്ലാം കറക്റ്റായിട്ട് ട്രാക്ക് ആയിരിക്കുന്നതാണ്. ആൻഡ് ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ എൻഡിങ് കുറച്ച് ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടിരിക്കണം. ആൻഡ് അതിന് വേണ്ടി ഞാൻ ഇവിടെ റൈറ്റ് റിങ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കണ്ടൻസ് ഓപ്പൺ ചെയ്യാം. അവിടെ ഷേപ്പ് 1 ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സ്ട്രോക്ക് 1 ഓപ്പൺ ചെയ്യാം.
ഇവിടെ നമുക്ക് ടേപ്പർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റാർട്ടിൻ്റെയും എൻഡിൻ്റെയും ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ലെങ്തിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, മേ ബി ഒരു 30 കൊടുക്കാം. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ എൻഡ് ലെങ്തിൻ്റെ വാല്യൂ ഒരു 30% കൊടുക്കുവാണ്. ആൻഡ് ഇവിടെ കുറച്ച് കേർവ് ആയിരിക്കുന്ന കാണാം. കേർവ് അല്ല, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പതിയെ നാരോ ആയി വരുന്ന കാണാം. ഓക്കെ, ആൻഡ് ഈ ഇഫക്റ്റ് നമുക്ക് ലെഫ്റ്റ് ഐയിലേക്കും കൊടുക്കണം. സോ ഞാൻ ഇവിടെ ലെഫ്റ്റ് റിങ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടേപ്പറിന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ ടേപ്പർ ഓപ്പൺ ചെയ്യാം. ദെൻ സ്റ്റാർട്ട് ലെങ്തിൻ്റെ വാല്യൂ ഒരു 30%, ഓൾസോ എൻഡ് ലെങ്തിൻ്റെ വാല്യൂ 30% കൊടുക്കാം. ഓക്കെ, ആൻഡ് അടുത്തായിട്ട് ഞാൻ ഈ 2 റിംഗ് ലെയറിലേക്കും ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡീപ്പ് ഗ്ലോ ആണ്. നിങ്ങൾക്ക് ഏത് ഗ്ലോ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഗ്ലോയും നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ആൻഡ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഈ ലെഫ്റ്റ് ഐ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്, ബിക്കോസ് ഇവിടെ കുറച്ച് ഡാർക്കാണ്. സോ ഞാൻ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് കേർവ്സ് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് വൈറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ മിഡ് ടോൺസ് കൂടെ ഞാൻ കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. ആൻഡ് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഈ ഗ്ലോ ഇഫക്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്കൊരു ഫ്ലിക്കർ ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതിന് വേണ്ടി ഞാൻ ഇവിടെ റൈറ്റ് റിംഗ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഓൾസോ ലെഫ്റ്റ് റിംഗ് കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒപ്പാസിറ്റി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ 2 ഫ്രെയിം മുമ്പോട്ട് പോവാണ്. പേജ് ഡൗൺ യൂസ് ചെയ്താൽ മതി 2 തവണ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒരു 80% കൊടുക്കാം. ദെൻ വീണ്ടും 2 ഫ്രെയിം മുമ്പോട്ട് പോവാണ്. എന്നിട്ട് വാല്യൂ ഒരു 90% കൊടുക്കാം. ദെൻ വീണ്ടും 2 ഫ്രെയിം മുമ്പോട്ട് പോയിട്ട് നമുക്ക് വാല്യൂ ബാക്ക് ടു 100 കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒപ്പാസിറ്റിയിൽ ക്ലിക്ക് ചെയ്യുവാണ്. സോ ഇവിടെ എക്സ്പ്രഷൻ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൂപ്പ് ഔട്ട് എക്സ്പ്രഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് എക്സ്പ്രഷനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഞാൻ ഇവിടെ ലൂപ്പ് ഔട്ട് കോപ്പി ചെയ്തിട്ട് ലെഫ്റ്റ് റിംഗിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് നമ്മൾ ആഡ് ചെയ്ത ഫ്ലിക്കർ ആനിമേഷൻ വീഡിയോയിൽ ത്രൂ ഔട്ട് പ്ലേ ആയിക്കോളും. ആൻഡ് ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ചിങ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിനുവേണ്ടി ഞാൻ ഇവിടെ റൈറ്റ് റിംഗ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇതിലേക്ക് ഹ്യൂ സാച്ചുറേഷൻ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ചാനൽ റേഞ്ചിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്കിവിടെ മാസ്റ്റർ ഹ്യൂവിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് എനിക്കിത് വലിയധികം ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ ഇവിടെ ഹ്യൂ സാച്ചുറേഷൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. ആൻഡ് എനിക്ക് ഐ റിംഗിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇവിടെ റൈറ്റ് റിംഗ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ടിൻറ്റ് ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ ഇവിടെ നമുക്ക് മാപ്പ് വൈറ്റ് ടു സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇവിടെ ടിൻറ്റ് കോപ്പി ചെയ്യുവാണ്, Ctrl+C. ദെൻ ഇവിടെ ലെഫ്റ്റ് റിംഗ് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം, Ctrl+V. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രോക്ക് സെലക്ട് ചെയ്തിട്ടും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ടിൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ റിസൾട്ട്. ആൻഡ് അടുത്തായിട്ട് നമുക്ക് ഈ റാപ്പിഡ് സൂം ആൻഡ് വീഡിയോ ഷട്ടർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇമേജ് പ്ലേസ് ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഇഫക്റ്റ് പ്രീമിയറിലും ചെയ്യാം, ആഫ്റ്റർ എഫക്ട്സിലും ചെയ്യാം. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഇമേജ് പ്ലേസ് ചെയ്തു. ഇനി 5 ഫ്രെയിംസ് മുമ്പോട്ട് പോവാണ്. 1 2 3 4 5. എന്നിട്ട് എൻ്റെ അടുത്ത ഇമേജ് പ്ലേസ് ചെയ്യുവാണ്. വീണ്ടും 5 ഫ്രെയിംസ് മുമ്പോട്ട് പോവാണ്. 1 2 3 4 5. ദെൻ അടുത്ത ഇമേജ് പ്ലേസ് ചെയ്യുവാണ്. ആൻഡ് ഇങ്ങനെ ഞാൻ എല്ലാ ഇമേജസും ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് നിങ്ങൾക്ക് ഇമേജസ് യൂസ് ചെയ്തിട്ട് മാത്രമല്ല ഈ സെയിം രീതിയിൽ വീഡിയോസ് യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ ഇവിടെ ഇമേജസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ റേസർ ടൂൾ എടുക്കുവാണ്. C ആണ് ഷോർട്ട് കട്ട്. എന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എല്ലാം കട്ട് ചെയ്യാം. എന്നിട്ട് ആവശ്യമില്ലാത്തത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ ഇമേജസിൻ്റെയും സ്കെയിൽ കറക്റ്റ് അല്ല. സോ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ട്രാൻസ്ഫോം ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എഫക്ട്സിലേക്ക് പോയിട്ട് ട്രാൻസ്ഫോം സെർച്ച് ചെയ്യുവാണ്. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റ് ഇമേജിലേക്ക് കൊടുക്കാം. ഇനി നമുക്കിവിടെ ട്രാൻസ്ഫോം ഇഫക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ അൺചെക്ക് ചെയ്യാം. ദെൻ ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ ഒരു 360 കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം മോഷൻ ബ്ലർ വേണോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇവിടെ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ 5th ഫ്രെയിമിലേക്ക് പോവാണ്. 1 2 3 4 5. എന്നിട്ട് ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ദെൻ ഇവിടെ വീണ്ടും ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ മുകളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോം ഇഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം, Ctrl+C. ഇനി ബാക്കി എല്ലാ ഇമേജസും സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം, Ctrl+V. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു ഷട്ടർ എഫക്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഈ 5 ഫ്രെയിംസ് തന്നെ കീ ഫ്രെയിംസിൻ്റെ ഡ്യൂറേഷൻ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് എത്ര സ്പീഡിലാണോ ട്രാൻസിഷൻ വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് കീ ഫ്രെയിംസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. കീ ഫ്രെയിംസ് ഒത്തിരി ദൂരെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും. അതിന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നടക്കും. ഓക്കെ, അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് റാപ്പിഡ് സൂം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മുമ്പ് ഇമേജസ് അറേഞ്ച് ചെയ്ത പോലെ തന്നെ ഇമേജസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫസ്റ്റ് ഇമേജിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ നമുക്ക് യൂസ് കോമ്പോസിഷൻ ഷട്ടർ ആംഗിൾ അൺചെക്ക് ചെയ്തിട്ട് ഷട്ടർ ആംഗിളിൻ്റെ വാല്യൂ 360 കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ സ്കെയിലിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്. ദെൻ അതിൻ്റെ വാല്യൂ ഒരു 180 കൊടുക്കുവാണ്. ഇനി ഞാൻ 5 ഫ്രെയിംസ് മുമ്പോട്ട് പോവുകയാണ്. 1 2 3 4 5.
എന്നിട്ട് ഈ കീ ഫ്രെയിം ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് സ്കെയിലിൻ്റെ വാല്യൂ 100 കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോം കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് Ctrl+C, ദെൻ ബാക്കി എല്ലാ ഇമേജസ് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം Ctrl+V. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ റാപ്പിഡ് സൂം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും സബ്ജക്റ്റിനെ കറക്റ്റ് സെൻറ്ററിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.